ഹലോ ഫ്രണ്ട്സ്, കേരള ടച്ച് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജന. ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, സവാള 4 എണ്ണം, തക്കാളി 3 എണ്ണം, കറിവേപ്പില മല്ലിച്ചപ്പ് ആവശ്യത്തിന്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി. ആദ്യം തന്നെ ചിക്കനിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി മസാല റെഡിയാക്കണം. അതിനായി കുക്കറിൽ സവാള വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള അതിലേക്ക് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊരു വിസിൽ വരുത്താം. ഇനി മസാല തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വഴറ്റിയ ഉള്ളി അതിലേക്ക് ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് അതിലെ വെള്ളം ഒന്ന് വറ്റുന്നതുവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ വേവിച്ചതുകൊണ്ട് അതിലെ സവാളയിലെ വെള്ളമെല്ലാം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നല്ലോണം വറ്റി വരണം. ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കനെല്ലാം ഏകദേശം ഈ സമയം കൊണ്ട് തന്നെ റെഡിയാവും. അത് നോക്കാൻ മറന്നു പോകരുത്. രണ്ടും കൂടെ ചെയ്ത് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. സവാളയിലെ വെള്ളമെല്ലാം ഏകദേശം വറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത് 2 ടീസ്പൂൺ ചേർക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിലെ പച്ചമണം മാറുന്നതുവരെ ഇളക്കണം. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കണം. പച്ചമണമെല്ലാം മാറി വരുമ്പോൾ തക്കാളി അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നല്ലോണം മൂടി വെച്ച് വേവിക്കാം. തക്കാളി വെന്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കാം. എന്നിട്ട് വേവിച്ച് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർക്കണം. മസാലകളെല്ലാം ഇനി ചിക്കനിൽ പിടിക്കണം. എല്ലാം കൂടെ ചേർന്ന് വരണം. അതിനുവേണ്ടി 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് മല്ലിച്ചപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ചേർക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായിരിക്കുന്നു. പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിനു വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള ടച്ച് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്